തൃശ്ശൂർ പൂരം തുടക്കവും അവസാനവും, തുടക്കം മുതൽ അവസാനം വരെ തൃശ്ശൂർ പൂരം മതമാണ്. മതാചാരത്തിൻ്റെ ഭാഗമായ ക്ഷേത്ര ഉത്സവത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പൂരങ്ങൾ. തൃശ്ശൂർ പൂരം ഹിന്ദുവാണ്. പൂണൂലും ചന്ദനക്കുറിയും ഒക്കെയുണ്ട്. ഉറപ്പായും ഹിന്ദുവാണ്. പറയുന്നത് കേരളത്തിലെ ഹിന്ദുമത തീവ്രവാദം പ്രചരിപ്പിച്ച് മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്ന BJP പ്രസ്ഥാനത്തിന്റെ നേതാവ് വി ഗോപാലകൃഷ്ണൻ. BJP പ്രസ്ഥാനം ഇത്ര കണ്ട് വളരുന്നതിന് മുൻപും കേരളത്തിൽ പൂരവും പൂരക്കളിയും തെയ്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് BJP നേതാക്കന്മാർ കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓണവും വിഷുവും പൂരവും ക്രിസ്മസും റംസാനും ഒക്കെ ഓരോ മലയാളികളും ഒരേ മനസ്സോടുകൂടി ആഘോഷിച്ചിരുന്നതാണ്. ഉത്തരേന്ത്യയിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ കേരളത്തിലേക്ക് കച്ചകെട്ടി പുറപ്പെടരുത്. പൂരം ഒരു നാടിന്റെ ഉത്സവമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്. അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കാനും മതവൽക്കരിക്കാനും കഴിയുന്നത്? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേ മനസ്സോടുകൂടിയാണ് പൂരം ആഘോഷിക്കുന്നതും അതിന്റെ ഭാഗമാവുന്നതും. ക്ഷേത്രത്തിന്റെ ആചാരം തന്നെയാണെങ്കിലും അതിന് മതത്തിന്റെ നിറം കൊടുത്തിരുന്നില്ല എന്നത് വാസ്തവമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമല്ല, നിജസ്ഥിതി പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ഭരണ ചുമതല BJP-ക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഹിന്ദുക്കളെയും BJP പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള രഹസ്യ അജണ്ടയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നില്ല. കേരളത്തെ മതഭ്രാന്തരുടെ നാടാക്കി മാറ്റിയത് BJP തന്നെയാണ്. ക്ഷേത്രത്തിലെയും പള്ളികളിലെയും ആചാരങ്ങൾ വിഭിന്നമായിരിക്കാം. ഓരോരുത്തർക്കും അതിൻ്റെതായ മാമൂലുകളും ചടങ്ങുകളും ആചാരങ്ങളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു ആഘോഷം ഒരു നാടും മുഴുവൻ ഏറ്റെടുത്ത് ഒന്നിച്ചു തന്നെയാണ് നടക്കുന്നത്. പൂരം വെടിക്കെട്ട് ഉയരുമ്പോൾ ഏതൊക്കെ ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും കണ്ണുകളാണ് നിങ്ങൾ മൂടിക്കെട്ടുന്നത്? ക്രിസ്ത്യാനി കാണുന്നതും മുസൽമാൻ കാണുന്നതും ഹിന്ദു കാണുന്നതും ഒരേ തെളിച്ചമുള്ള വെടിക്കെട്ടുകൾ തന്നെയാണ്. മതചിഹ്നങ്ങളോ BJP-ക്കാരുടെ അഴിഞ്ഞാട്ടമോ തൃശ്ശൂർ പൂര സ്ഥലത്ത് വേണ്ട എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെയാണ് BJP നേതാവിന്റെ മറുപടി. മതചിഹ്നങ്ങളില്ല എങ്കിൽ തൃശ്ശൂർ പൂരം ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. പുത്തൻപള്ളി പെരുന്നാളിന് കുരിശു പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. പക്ഷെ ഹിന്ദു സംഘടനകളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കൊടിതോരണങ്ങളും അനാവശ്യ സഹായങ്ങളും പൂരം കുളം തോണ്ടാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തേണ്ട എന്നതിനപ്പുറം തിടമ്പെഴുന്നള്ളിക്കുന്നതിനും ഉത്സവത്തിന്റെ മറ്റ് ആചാരങ്ങളെ ഹനിക്കുന്നതിനും യാതൊരു നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ടും ഇത്തരം അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നത് പൂരം നശിപ്പിക്കുവാനും അതുവഴി ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ കടന്നുകയറ്റം ഇടതുപക്ഷ സർക്കാർ നടത്തുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്നതിനും വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ മാത്രം ബുദ്ധിയും ബോധവും ഇല്ലാത്തവരല്ല കേരളത്തിലെ മനുഷ്യർ BJP-ക്കാരെ. തൃശ്ശൂർ പൂരം തിരുവമ്പാടി ഭഗവതിയുടെയും പാർമേക്കാവ് ഭഗവതിയുടെയും ചൈതന്യത്തിൻ്റെ പരസ്പര പൂരകമായ മംഗളമുഹൂർത്തമാണ്. തൃശ്ശൂർ പൂരം മതപരമായ ചടങ്ങാണ്. തൃശ്ശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് തൃശ്ശൂർ പൂരത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ഹിന്ദു സാംസ്കാരിക ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രതിനിധിയായ ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന. ദേവസ്വം മന്ത്രി പറയുന്നത് മതചിഹ്നങ്ങൾ പാടില്ല തൃശ്ശൂർ പൂരത്തിന്. മതചിഹ്നങ്ങളില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഇല്ല. മതമില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഉണ്ടാവില്ല. പുത്തമ്പള്ളി പെരുന്നാളിന് കുരിശു പാടില്ല എന്ന് പറയുന്നത് പോലെയാണ്. നാളെ ഇനി അതും പറയും. പുത്തമ്പള്ളി പെരുന്നാളിൽ കുരിശും പാടില്ല, യേശുക്രിസ്തുവും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെരുന്നാളുണ്ടോ? അതേപോലെയാണ് വാസവൻ്റെ പ്രസ്താവന. ഒന്നുകിൽ വാസവന് വിവരക്കേട്, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാവാം. തെറ്റുപറ്റുന്നത് തിരുത്താൻ മന്ത്രി തയ്യാറാവണം. കാരണം അത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്രാവശ്യം തിരുത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പലരും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. അന്ന് പ്രതിഷേധിച്ചിട്ടില്ലല്ലോ, തിരുത്താൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മന്ത്രി വാസവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അദ്ദേഹം
മാപ്പ് പറയണം. തെറ്റുപറ്റിയതാണ്, അത് തിരുത്തി, ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ച് അത് തിരുത്തി മാപ്പ് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല.